ലോകത്തിലുള്ള 90% സമ്പത്തും കൈയാളുന്നത് കേവലം 10% മാത്രം വരുന്ന അതിസമ്പന്നരാണ്. എന്തുകൊണ്ട് ബാക്കിയുള്ള 90% ജനങ്ങളും സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല? ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് സമ്പന്നരെ പാവപ്പെട്ടവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്പർ 1. പാവപ്പെട്ടവർ പണത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ സമ്പന്നർക്ക് വേണ്ടി പണിയെടുക്കുന്നത് അവരുടെ പണമാണ്. സമ്പന്നർ ഒരിക്കലും അവരുടെ പണത്തെ സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കാറില്ല. പകരം അവരുടെ പണത്തെ ബുദ്ധിപൂർവം നിക്ഷേപങ്ങളാക്കി മാറ്റുന്നു. നമ്പർ 2. സമ്പന്നരുടെയും പാവപ്പെട്ടവരുടെയും മറ്റൊരു വ്യത്യാസം അവരുടെ ചിന്താഗതികളാണ്. സമ്പന്നർ എല്ലാ വിഷയത്തിലും അവസരങ്ങൾ കാണുമ്പോൾ പാവപ്പെട്ടവരാകട്ടെ മിക്കപ്പോഴും തടസ്സങ്ങളായിരിക്കും കാണുന്നത്. മാത്രവുമല്ല, സമ്പന്നർ എപ്പോഴും റിസ്ക് എടുക്കുവാൻ തയ്യാറാകുന്നു. എന്നാൽ പാവപ്പെട്ടവരാകട്ടെ അവരുടെ സേഫ് സോണിൽ നിന്നും ഒരിക്കലും പുറത്തു കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പാവപ്പെട്ടവർ അവരുടെ സേഫ് സോണിൽ നിന്നും പുറത്തു കടക്കാത്തിടത്തോളം കാലം അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. നമ്പർ 3. സമ്പന്നർ പണം മുടക്കിയാണ് പണം സമ്പാദിക്കുന്നത്. എന്നാൽ പാവപ്പെട്ടവരാകട്ടെ ഭയം മൂലം തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് നിക്ഷേപങ്ങളൊന്നും നടത്താതെ പണത്തെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. തൽഫലമായി അവരുടെ സമ്പത്തിലോ വരുമാനത്തിലോ യാതൊരുവിധ വർധനവും ഉണ്ടാകുന്നില്ല. നമ്പർ 4. മിക്ക ആളുകൾക്കും അവർ ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തതിൻ്റെ മുഖ്യ കാരണം എന്താണ് അവർക്ക് വേണ്ടത് എന്ന് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. എന്നാൽ സമ്പന്നരാകട്ടെ അവർക്ക് എന്താണ് നേടേണ്ടത് എന്ന് വ്യക്തമായ ബോധ്യം ഉള്ളവരായിരിക്കും. അതിൽ നിന്നും അവർ ഒരിക്കലും വ്യതിചലിക്കുകയുമില്ല. നമ്പർ 5. സമ്പന്നരുടെ മറ്റൊരു പ്രത്യേകത അവർ എപ്പോഴും അവരുടെ ബന്ധങ്ങൾ വിപുലീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. തൽഫലമായി അവർക്ക് പുതിയ പുതിയ അവസരങ്ങളും ലഭിക്കുന്നു. ഈ അവസരങ്ങൾ പിൽക്കാലത്ത് സമ്പത്തായി മാറുകയും ചെയ്യുന്നു. എന്നാൽ പാവപ്പെട്ടവരാകട്ടെ തങ്ങളുടെ ബന്ധങ്ങൾ വിപുലീകരിക്കാതിരിക്കുകയും തൽഫലമായി അവർക്ക് ലഭിക്കുന്ന അവസരങ്ങൾ പരിമിതമായിരിക്കുകയും ചെയ്യുന്നു. പാവപ്പെട്ടവർ അവരുടെ ബന്ധങ്ങൾ വിപുലീകരിക്കാത്തിടത്തോളം കാലം അവർ എന്നും പാവപ്പെട്ടവരായി തന്നെ തുടരുന്നു. നമ്പർ 6. സമ്പന്നരായി മാറുന്നവരുടെ മറ്റൊരു പ്രത്യേകത അവർ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് സ്കിൽ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. തൽഫലമായി അവരുടെ ആശയങ്ങളും ഉൽപ്പന്നങ്ങളും മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിൽ എത്തിക്കുവാൻ അവർക്ക് സാധിക്കുന്നു.